അഞ്ജു സാർ, താൻ എന്നാ ആലോചിക്കുന്നത്? അതല്ല റോസു, ഈ ചില സെലിബ്രിറ്റീസിനെ കാണുമ്പോഴേ അവർക്ക് അത്യാവശ്യം ഏജ് ഉണ്ട്, പക്ഷെ അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഒട്ടും ഏജ് പറയുന്നില്ല. അതെന്തായിരിക്കും അല്ലേ? എടാ, അത് കുറെയൊക്കെ പാരമ്പര്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം നാച്ചുറൽ ആയിട്ട് എന്നെ കണ്ടില്ലേ? ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഇതൊക്കെ ജെനറ്റിക് അല്ലേ? അതങ്ങനെ ഫുൾ ജനറ്റിക് ആണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഏജിങ് എന്ന് പറയുന്നത് കുറേ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്നതാണ്. അതിലൊന്നാണ് ജനറ്റിക് ഫാക്ടർ, അതൊരു മെയിൻ ഫാക്ടർ തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടെ നമ്മുടെ പുറത്തുനിന്നുള്ള നമ്മൾ ഒത്തിരി വെയിൽ കൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ പൊല്യൂഷൻ, പിന്നെ നമ്മുടെ ഓരോ ആൾക്കാരുടെയും സ്ഥിരമായിട്ടുള്ള ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ ഇൻടേക്ക്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് ഏജിങ് ഡെവലപ്പ് ചെയ്യാം. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന ഫാക്ടേഴ്സിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഏജിങ് ഒരു പരിധിവരെ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഡെയിലി റൂട്ടീനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്, ഏജിങ്ങിനെ കുറയ്ക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും. അതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൺ എക്സ്പോഷർ ആണല്ലോ ഒരു ഫാക്ടർ. ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതും ഏജിങ്ങിന് വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഏജിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? നമുക്ക് ലൈൻസ് വരാം, റിങ്കിൾസ് വരാം, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ സാഗ് ചെയ്യാം. അതിനായിട്ട് ഓരോ എന്തൊക്കെയാണോ ഇഷ്യൂസ് എന്നുള്ളത് അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റും കൊടുക്കാം. റിങ്കിൾസ് അല്ലെങ്കിൽ ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കൊളാജൻ ഡെപ്പോസിഷൻ കുറയുന്നതുകൊണ്ടാണ് ആ സാഗിങ് ഉണ്ടാകുന്നത്. അപ്പൊ അതൊന്ന് റീറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഫില്ലേഴ്സ് നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പിഗ്മെന്റേഷൻ പ്രോബ്ലംസും ഏജിങ് ഉള്ള ആൾക്കാരിൽ കണ്ടിട്ടില്ലേ, ഒരേപോലത്തെ ടോൺ ആയിരിക്കത്തില്ല സ്കിന്നിന്, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ്സും ചെയ്യാവുന്നതാണ്. അപ്പം ഏജിങ് ഒരു പരിധി വരെ നമുക്ക് ഇതുപോലത്തെ ഡെയിലി റുട്ടീനും കൊണ്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലത്തെ സ്കിൻ ട്രീറ്റ്മെന്റ്സും കൊണ്ട് നമുക്ക് ഒരു ലിമിറ്റ് വരെ ഏജിങ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.